സൂര്യൻ ഉദിച്ച് അതിന്റെ പ്രകാശം ആശുറാ ബീബിന്റെ അതിന്റെ ചൂട് ആശുറാ ബീബിന്റെ തടിക്ക് ശരീരത്തിലേക്ക് വന്ന് അണഞ്ഞ് ഒരു കാറ്റ് ഇതൊക്കെ അടിച്ചു വീശുമ്പോ ആശുറാ ബീവിക്ക് മെല്ലെ ഇഷാറത്തായി കണ്ണ് തുറന്നു. പെട്ടെന്നൊരു കിനാവ് പോലെ ഞാൻ എവിടെ? കപ്പലിലല്ലേ? കപ്പൽ പൊട്ടില്ലേ? എന്നെ വരുത്തൻ സിന ചെയ്യാൻ വേണ്ടി വന്നില്ലേ? എഴുന്നേറ്റിരുന്ന് നോക്കുമ്പോ കടലും പൊയ്യല്ലാതെ പിന്നൊന്നും അവിടെ ഇല്ല. ആശുറാ ബീവി കുറെ സമയം കരഞ്ഞു, തമ്പുരാനെ ഞാൻ മരിച്ചിട്ടില്ലേ? കപ്പൽ രാത്രി പൊട്ടിയതറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏത് കടൽ കരയിലാണ് ഉള്ളത് റബ്ബേ? ഇവിടെയും ആണുങ്ങൾ ഉണ്ടായി, എന്നെ നീ കാത്ത് സലാമത്താക്കണേ അല്ലാഹ്. കുറെ സമയം കരഞ്ഞ ആശുറാ ബീവി ഒരു തീരുമാനമെടുത്തു. പടച്ചോനെ, ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇത് ചെയ്യാൻ പാടില്ല. ആണിന്റെ വേഷം പെണ്ണ് ധരിക്കാൻ പാടില്ല, പെണ്ണിന്റെ വേഷം ആണ് ധരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ അത് വിരോധിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഈമാനെ കാക്കാൻ വേണ്ടി ഞാൻ മൊത്തം ആണിന്റെ ഡ്രസ്സ് ധരിക്കുന്നു. അല്ലാഹുവേ, നീ എനിക്ക് മാഫാക്കണം. മനസ്സെല്ലാം ഗട്ടിയാക്കി കണ്ണാടി പിടിച്ച് തന്റെ മുടിനെ തായോട്ടിട്ടപ്പോ ആശുറാ ബീവിന്റെ മുടി സുന്ദരികളായ പെണ്ണിന്റെ മുടി നീണ്ട മുടിയാണ് പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം. ബദർ പാട്ടില് മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ? ഉണ്ടേണു മിസ്കാത്ത് ബാരിക്കിലി വന്തിയുടെ ഊറുന്നിസാവ തുമ്പടിവാൾ മളമ്പിട്ടലാം അവരന്തിരമീനുള്ള ചന്ദിരനു കതിരോണിലും തെളിവാ, കതിരോണിലും തെളിവാ. പാടാൻ പറ്റുന്നില്ല, എന്നാലും കുറെ നേരം പാടിയതാണ്. ബദരീങ്ങൾക്കുള്ള പാട്ട്, ബദർ പാട്ടിലൊരു പാട്ടുണ്ട്, ഞാൻ പാടിയ ഈ പാട്ട്. അത് ഹൂറുൽ ഐൻ എന്ന് പറയുന്ന സ്വർഗ്ഗസുന്ദരികളെ കുറിച്ചിട്ട് റസൂലുള്ള ബദരീങ്ങൾക്ക് ബദറിന്റെ പോറുകളത് പറഞ്ഞു കൊടുത്ത സ്വഹാബ. ഹൂറുൽ ഐൻ സ്വർഗ്ഗം, കൊട്ടാരം. അലാ വഇന്ന ഫിൽ ജന്നതി ഉർഫത്തും മിൻ യാഖൂതത്തിൻ ഹംറാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ പറയുന്നത് എങ്ങനെ അറിയോ? ഹൂറുൽ ഐന്റെ മുടി, അവളെ കണ്ണിങ്ങനെ, നെറ്റിങ്ങനെ, കൈയിങ്ങനെ, വിരളിങ്ങനെ, ഉഗ്റിങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവളെ മുടി ഇവിടെയുള്ള മുടി നേരെ ഇതുവരെ ബാക്ക് സൈഡിൽ പോയിട്ട് മുട്ടുവരെ ഉണ്ട്. അതാണ് സുന്ദരികളായ പെണ്ണുങ്ങളെ മുടി. ആശുറാ ബീവിന് നീണ്ട മുടി. മനസ്സ് വരുന്നില്ല, എന്റെ ഈമാനിന് വേണ്ടി ഞാൻ ഒറ്റ പെണ്ണ ഉള്ളത്. ആശുറാ ബീവി മുടി കട്ട് ചെയ്ത് ഒരു കുണ്ടെടുത്ത് മുടിനെ മറമാടി. ഒരു ഇത്ര മാത്രമേ ഇപ്പൊ മുടിയുള്ളൂ. തലക്ക് ഒരു ടൊപ്പി വെച്ച്, ഖമീസ് ഇട്ട്, ടൊപ്പിക്ക് ഒരു മുണ്ടാസ് വലിച്ചു കെട്ടി ചെറിയൊരു കൊമ്പ് വെച്ച്, എന്നിട്ടൊരു തട്ടമെടുത്തിട്ട് ഇങ്ങനെ നിന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഇതില്ലെങ്കിൽ അതേപോലെ ഇല്ലെങ്കിൽ ഇതേപോലെയാണ്. ഒരു 18-19 വയസ്സിന് സുന്ദരനായ ഒരു ഉസ്താദ്, താടി മീസ വന്നിട്ടില്ല. അപ്പോ നല്ല കാറും പൊന്നി ഇഷ്ടം പോലെ ആര് കൊടുക്കാൻ റെഡിയാവും. ഏത് പെണ്ണ് കണ്ടാലും കല്യാണം കഴിയാൻ ഇഷ്ടപ്പെടും. അത്ര സുന്ദരനായ ഒരു ചക്കനായി. ആശുറാ ബീവി മനസ്സിലാക്കില്ല, ഇപ്പൊ ഇത് അധികം ബുദ്ധിമുട്ടാവുന്ന ആശുറ കരുതിയിട്ടില്ല. സലാമത്തായി എന്ന് വിചാരിച്ചത് ആയത് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചു കടലിലെ കരത്തിനോടുകൂടെ നടക്കുമ്പോ ഒരു റോഡ് കണ്ട്, ആ റോഡ് നേരെ ടൗണിലേക്ക് പോകുന്നു. ടൗണിലേക്ക് എത്തി നോക്കുമ്പോൾ ഒരു ബോർഡ് കണ്ട്, യമൻ. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ. പടച്ചവനെ, നീ നമ്മുടെ യമൻ നാട്ടിലേക്ക് ബർക്കത്ത് ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച് യമൻ നാട്, ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മുഅദ്ദിനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അന്തി ഉറങ്ങുന്ന നാട് യമൻ. നമ്മുടെ നാട്ടിലേക്ക് ബുഖാരി കുടുംബം, അതുപോലെ തന്നെ സഖാഫ് കുടുംബം, ജമലുല്ലൈലി കുടുംബം, ഒരുപാട് തങ്ങന്മാരൊക്കെ ഇല്ലേ? ഇവർക്കുള്ള എല്ലാം അവർക്കുള്ള സിരിസിൽ നോക്കുമ്പോ അവർ എത്തപ്പെടുന്നത് യമനിലേക്കാണ്. യമൻ ചെറിയൊരു നാടല്ല, അത് വലിയ ബർക്കത്തുള്ള നാടാണ്. അല്ലാഹു ആ നാട്ടിലെയും അതുപോലെ തന്നെ മുസ്ലിമുകൾ താമസിക്കുന്ന സർവ്വ നാടുകളെയും അല്ലാഹു ഇസ്സത്തോടുകൂടെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മനസ്സറിയുന്നവൻ അല്ലാഹുവാണ്. മുസ്ലിമുകൾക്കുള്ള ഇസ്സത്തിന് വേണ്ടി എല്ലാവരും എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. എന്ന
എന്നാലോ ബഹുമാനപ്പെട്ട ആശുറ മനസ്സിലാക്കി യമൻ ഒരുപാട് മക്ബറയുണ്ട്, മസാറകളുണ്ട്. പക്ഷേ റബ്ബേ ഈ യമനിലേക്ക് വരണമെന്ന് ഞാൻ അബ്ദുള്ള രാജാവ് എന്റെ മാപ്പിള പണ്ട് പറഞ്ഞതാ. പക്ഷേ ഞാൻ ഒരു ഉറുപ്പ ചെലവില്ലാതെ യമനിലേക്ക് എത്തി. ഞാനിപ്പോ എന്നെ നിക്കാക്കണം തമ്പുരാനെ. റോഡ് സൈഡ് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെല്ലാം പോകുമ്പോ ആരെ നോക്കുന്നില്ല, ഡീസന്റ് മൊയിലാർ. അപ്പോഴാണ് ഒരു ബോബ വന്ന് ബോബ ഡബിൾ കണ്ണടക്കുള്ള ഉപ്പാപ്പനെ കണ്ടപ്പോ ആശുറനെ മനസ്സിലായി ഇയാൾ ഡേഞ്ചർ അല്ലേ, ഉപ്പാപ്പല്ലേ. അസ്സലാമു അലൈക്കും. അയാൾ കണ്ണാടി വെച്ചുകൊണ്ട് തിങ്ങനെ വഅലൈക്കും സലാം വഅലൈക്കും സലാം. ജിന്നി 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 മലക്ക് മലക്ക് മലക്കല്ല മലക്കൽ മൗത്ത്. ബോബ മൊയിലാറെ ഉസ്താദേ നീ തങ്ങളാ പെഷ്ടിക്ക് തങ്ങളാ ചന്താണ്ട മതി തങ്ങളാ മൊയിലാറാ ഇസ്ബിനോണിയ മന്ത്രിക്കുന്ന വൈകി കുടിച്ചിട്ട്. അത് ശരി. ഇയാളെ കേട്ട് ഉപ്പാപ്പ ഇവിടെ എവിടെങ്കിലും താമസിക്കാൻ അതവിടെ ഒരു മദ്രസ ഉണ്ട്. ജുമാഅത്ത് പള്ളി അങ്ങോട്ട് ചെറിയൊരു മദ്രസന്റെ അവിടെ ഉസ്താദ് ഉണ്ട്, മദ്രസ ഉണ്ട്, ഉസ്താദ് ഉണ്ട്. ഈ പെണ്ണ് ഞാൻ ആണുങ്ങളെ ഡ്രസ് ഇട്ട് കുടുങ്ങിയല്ലേ എന്താക്കുന്ന. ഇപ്പൊ നേരെ ആശുറ പോകുമ്പോ അവിടെ ഒരു ഉസ്താദ് പാവ എന്റെ പോലത്തെ ഉസ്താദ് ഇരുന്നിട്ടുണ്ട്. ഒരു വയസ്സനായ മുക്കുരിക്കുണ്ട്, രണ്ടേ ആളാടെ ഉള്ളൂ. ആശുറ ബിബിനെ മൊയിലാറെ കാണുമ്പോ ഉസ്താദ് ഒറ്റണിക്കേള് ഏതോ ഒരാൾ വന്ന മഹാനായിരിക്കും. എന്തു മുഖം. നേരെ വന്നിട്ട് ആ ഭാഗത്തിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഭയങ്കര നാണക്കെട്ടിന്റെ മൊയിലാർ. ഉസ്താദ് ചോദിച്ചു നിങ്ങളുടെ നാട്? എന്റെ നാട് അറളുള്ള അള്ളാന്റെ ഭൂമി. ഓഹോ നിങ്ങളെ പേര്? ആശുറ ബിബി കുടുങ്ങി. പേര് റെഡിയാക്കിയിട്ടില്ല, ഡ്രസ് മാത്രം റെഡിയാക്കി. നിങ്ങളുടെ പേര്? എന്റെ നിങ്ങളുടെ പേര്? പേടിച്ചെങ്ങനാവും. മുഞ്ഞാറത്തെ സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ഫസ്റ്റ് വന്നനോ അവിടെ ബസ് എല്ലാം ചോപ്പ്. ഓൻ ഏന്ന് പിടുത്തം കിട്ടുന്നില്ല. ഓൻ കേട്ടോ ഒരു കണ്ടക്ടറിന്റെ മുളുക്കിക്ക് വന്ന ബസ് ഉണ്ടോ? കണ്ടക്ടർ ചെല്ലി നീ മുളുക്കിക്ക് കേക്കിന് തുടങ്ങുമ്പോ ബസ് ഉണ്ടായി. ഇപ്പൊ അത് ഒരു സുഹൃത്തുക്കളിലേക്ക് എത്തി. പേടിച്ചങ്ങനെ ഉണ്ടാവും എന്നതുപോലെ ആശുറ പറഞ്ഞു എന്റെ പേര്? നിങ്ങളുടെ പേരെങ്ങനെ ഉസ്താദേ? എന്റെ പേര് ഹക്കീം സ്വാഹിബ്. ഹക്കീം മരുന്ന് കൊടുക്കുന്ന പെട്ടില് ഗ്യാസ്ട്രിക്കിന്റെ മാത്രല്ല ഉണ്ടാ? അതൊന്നുമല്ല, ഞാൻ മരുന്നിന്റെ ആളെന്നെ. അങ്ങനെ ഹക്കീം സ്വാഹിബ് നിന്നെ വിളിക്കല്. അങ്ങനെ ഒന്ന് ഉച്ചക്ക് ഇവിടെ ഇരുന്ന് അപ്പോ നമ്മുടെ കുറിച്ചാന്റെ മനസ്സിലായി ഉസ്താദ് മറന്നു കൊടുക്കുന്നല്ലേ. നന്റെ മോള് മൈമൂനാകെ 2 വർഷമായിട്ട് സൗഖ്യം ഇല്ലാതെ പോരല് കടന്നിട്ടുണ്ട്. എത്രയോ ഡോക്ടർമാരെ തങ്ങന്മാരെല്ലാരും മരുന്നാക്കി ശിഫയില്ല. നിങ്ങ നാളെ ഉച്ചക്ക് ചോറുണ്ണോളൂ. എന്റെ ഔത്തക്ക് പറഞ്ഞു 2 ചോറുണ്ണ ഗമ്മത്തൊന്നില്ല. ആ ഗമ്മത്തില്ല ചെല്ലിയോടെ ഗമ്മത്ത് കിട്ടുന്ന അവിടേക്കേ പോകണം. ആ ഗമ്മത്തുള്ളടക്ക് പോകണ്ട. അവിടെ ബൈക്കാത്തത് എന്തെല്ലാം കിട്ടും. ഗമ്മത്തൊന്നുമില്ല, ഉണ്ട്. തിന്നിട്ട് എന്റെ മോൾക്ക് ഒരു മരുന്ന് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റന്ന് നമ്മുടെ മുക്കുറിച്ചാനോട് കൂടെ നമ്മുടെ ഹക്കീം സാഹിബ് നേരെ അതാ പുരക്ക് പോയി ചോറെല്ലാം തിന്നുമ്പോ പെഞ്ഞ ഇങ്ങനെ നോക്കി ഞങ്ങളെ മൈമൂനാക്ക് ചൊന്ന പുതിയ ആപ്പിള് ഓൾക്ക് ഇപ്പൊ സീക്കായി ഓടും. സീക്കല്ലെങ്കിൽ ഉസ്താദ് നക്ക് ഭാര്യ ആശയം ഉസ്താദിന്റെ മോളെ ഉസ്താദ് കേക്ക് കൊടുക്കണം. എന്താക്കര റബ്ബേ ഇത് ചെയ്യിക്കാൻ തീരുമാനിച്ചതാണ്. ചോറെല്ലാം വെച്ചിട്ടായിട്ട് ഹക്കീം സാഹിബ് കേട്ട് നിങ്ങളെ മോളയുടെ അതവിടെ പോയിട്ട് നോക്കുമ്പോ കേവലം എല്ലുത്തോല് മാത്രമായിട്ട് ഇങ്ങനെ കിടക്കാം. ഇപ്പൊ 2-3 ദിവസമായി വെള്ളം പോലും കിടക്കുന്നില്ല, തണ്ണി കിടക്കുന്നില്ല. ഹക്കീം പോയിട്ട് വിളിച്ച് മൈമൂന മൈമോ മൈമോ മൈമോ. അപ്പൊ പെണ്ണിന്റെ ഉമ്മ ഉസ്താദെ മൂന്തിനായി നന്റെ മോള് മുണ്ടില്ല, വായ ബണ്ടില്ല. ഇപ്പൊ എല്ലാം പോയി. എന്നൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. ഹക്കീം സാഹിബ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ പെണ്ണിന്റെ ബായിലേക്ക് മെല്ലെ ഇങ്ങനെ ഉറ്റിച്ച് മൈമൂന ഓ അള്ളാഹു വലിയവനാണ്. കൂറ്റി വന്നു ഇല്ലാത്ത കൂറ്റി പേടിക്കണം. ഈ തണ്ണിന് എന്താ ഗുണറിയോ? ഒരു കൊടപ്പണത്തിലേക്ക് പീത്തിച്ച് 3 കൊടപ്പണ.
എന്നിട്ട് 5 കുളിപ്പിക്കണം ഇൻഷാ അല്ലാഹ് അല്ലാഹ് ശിഫയാക്കും. ഇവർ കുളിപ്പിച്ച് 5 8 10 ദിവസമാകുമ്പോ മൈമൂന എന്ന് പറയുന്ന പെണ്ണിങ്ങനെ സുഖമായി നിന്നപ്പോഴേക്കാണ് കാടാഞ്ചനാദത്തിരേ കൗതുക തൂകിടുന്നേ കാണികൾ വന്നെത്തുന്നേ കാഴ്ചകൾ അത്ഭുതമേ. കാടാം ജനതത്തിരേ കൗതുകം തൂകിടുന്നേ കാണികൾ വന്നെത്തുന്നേ കാഴ്ചകൾ അത്ഭുതമേ. ദാരിദ്ര്യവും കഷ്ടതയും അവിടെത്തുന്നേ ദാക്ഷിണ്യവും ദയാനിധി ബീവിയോതുന്നേ. ദാരിദ്ര്യവും കഷ്ടതയും അവിടെത്തുന്നേ ദാക്ഷിണ്യവും ദയാനിധി അവിടോതുന്നേ. കാണാം ജനതത്തിരേ കനകൗതുകം തൂകിടുന്നേ കാണികൾ വന്നെത്തുന്നേ നല്ല കാഴ്ചകൾ അത്ഭുതമേ. കാണാം ജനതത്തിരേ കനകൗതുകം തൂകിടുന്നേ കാണികൾ വന്നെത്തുന്നേ നല്ല കാഴ്ചകൾ അത്ഭുതമേ. നമ്മളെ റായത്ത് ഒരു ഉസ്താദോ ഏതോ ഒരാൾ വന്നിട്ട് 2 കൊല്ലം സുഖയില്ലാതെ കിടക്കുന്ന ഒരാളെ സുമാറാക്കിയെങ്കിൽ അയാളെ പോരന്റെ അവിടെ എത്ര ആളിരിക്കും? ഒരു കറാമത്തിന്റെ ആള് വന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് പള്ളിന്റെ അവിടെ മദ്രസന്റെ അവിടെ പറയേണ്ട ആൾക്കാർക്കുള്ള കൂട്ടം പള്ളിയിൽ ഒരു ഉസ്താദുണ്ട് ഹക്കീം സാഹിബ് ഭയങ്കര ബുള. നമ്മുടെ ഉസ്താദിന്റെ മോളെ സിഫാഗിർ ബുള്ളു ഏതില്ലല്ലോ ബുള്ളനെ നമ്മുടെ വിശാഖരല്ലേ അവിടെ ഭയങ്കര കറാമത്ത് അങ്ങനെ കേട്ടോളൂ. ഇതെല്ലാം ചൊല്ലു കറാമത്ത് ഭയങ്കര അങ്ങനെ പാറിന് ഇങ്ങനെ തുള്ളി ഒക്കൊന്ന് ചെല്ലുക മാത്രല്ല അതെല്ലാം ഉറപ്പ് വരണ്ടേ. ഇത് ബുളല്ല ഇത് ഉറപ്പാണ്. അപ്പോഴാണ് മാളികയിലാളുകൾ കയറുന്നേ മഴവെള്ളം പോലെ അവർ വന്നത് കൂടുന്നേ. വാർദ്ധക്യം പോകും പാവപ്പെട്ടുള്ളവരും പണക്കാരും ചേരുന്നേ. വാർദ്ധക്യം പോകുന്നേ ബാലക്കാരാകുന്നേ. ഇത് ഷോർട്ടാക്കാൻ ഞാൻ പറഞ്ഞതാണ്. 10:30 മണിക്ക് നിപ്പിക്കണം. നാളെ നമ്മൾക്ക് പടക്കളത്തിന് മണവാളാനുണ്ട്. അങ്ങനെ അറിയോ? ഹക്കീം സാഹിബിന്റെ അടുത്ത് മരുന്നിന് പോയെങ്കിൽ വാർദ്ധക്യം മാറുന്നേ ബാല്യക്കാരാകുന്നേ. ഇപ്പൊ എന്റെ പോലത്തെ മൊയിലാഞ്ചി താടി വെച്ച ആള് പോവാ ഇതൊന്ന് കറക്കോണം ഒരു ഊതമ്പ എല്ലാം കറുത്തിട്ടായി പോ. അത്ര കറാമത്ത് ആൾക്കാരെ താങ്ങിട്ടാണ് കൊണ്ടുപോകുന്നത് പള്ളിക്ക് മയ്യത്ത് പോലെ. വരുമ്പോ നടന്നു പറഞ്ഞു ഉഷാറായിട്ട്. സുബ്ഹാനല്ലാഹ് പറയണ്ട, യമൻ നാട് ഫുൾ പബ്ലിസിറ്റിയാണ്. എല്ലാവർക്കും ഹക്കീം സാഹിബ് ഔലിയ ഉപ്പാബ തങ്ങല്ല ഇയാളെന്നെ പറയണ്ട. എല്ലാരെ കണ്ണിലുണ്ണിയായപ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, ഒരു പെണ്ണ് ആണിന്റെ വേഷം ധരിച്ചിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താവും അറിയണ്ടേ? ഈ പെണ്ണിന്റെ മാപ്പിള ഹജ്ജിക്ക് പോയിട്ടുണ്ട്. പെണ്ണിനെ ആക്രമിച്ചവർ ഇവിടെ ഇറാഖ് നാട്ടിലുണ്ട്. ഇനി എന്തൊക്കെയാവും കഥയുടെ നല്ല ഭാഗങ്ങൾ വരുന്നതിന് മുമ്പ്